അടുത്ത് നമുക്ക് തെങ്ങും കൃഷിയിലോട്ട് പോയാലോ? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ തെങ്ങിൻ തൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരും, അത് വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവേണം. അപ്പോൾ പോവാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളെ സാധനം നമ്മൾ എത്തിയിട്ടുണ്ട്, നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഐറ്റം. ഞാൻ നേരത്തെ പൊട്ടിച്ച് എന്തായാലും നോക്കണ്ടേ, കൺഫേം ചെയ്യാതെ നമ്മൾ സാധനം വാങ്ങിച്ചാലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത്രയും ചെറിയ തെങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണിച്ചില്ല, നമുക്ക് കണ്ട. ഇതാണ് നമുക്ക് വന്ന തെങ്ങ് കേട്ടോ. ഭയങ്കര വെയിൽ, കുറച്ച് തണലത്തോട്ട് എന്നിട്ട് കാണിക്കാം. ഇതാണ് നമുക്ക് വന്ന തെങ്ങ്. ഇത്രയും ചെറിയ തെങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളെ കമുകില്ലേ, അടയ്ക്ക പൊടിച്ചു വരുമ്പോൾ എത്രയാണ് അതേപോലെ ഇരിക്കുന്നു. ഇത് തെങ്ങിനെയൊന്നും അറിഞ്ഞൂടാ, ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നട്ടു നോക്കാം, നട്ടിട്ടേ പറയാൻ പറ്റും എന്തിനാണെന്ന്. പൈസ. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 119 രൂപയാണ് കേട്ടോ. നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടി, അതെല്ലാം കഴിഞ്ഞിട്ടാണ് 119 രൂപ. ഇത് കുറ്റിയാടി, ഹൈബ്രിഡ് കുറ്റിയാടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ കേട്ടോ. ഹൈബ്രിഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇത്ര സൈസ് ചെറുതായിട്ടുള്ളത്. ഇത് കണ്ടിട്ട് തെങ്ങിൻ്റെ ഒരു ഇതല്ല, വിശ്വസിക്കാൻ പറ്റില്ല തെങ്ങാണ്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബർ ഇതുപോലെ ചോദിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൊന്തങ്ക ഒടിഞ്ഞു വീണ, ഒരു വാഴക്കൊല ഒടിഞ്ഞു വീണ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ചിരുന്നു മൊന്തങ്കായിലെ തൈ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളെ തൈ കൊടുക്കില്ലേ, വാഴ തൈ കൊടുക്കുന്ന കടയിലൊന്നും കാണില്ല ഈ സാധനം, അപൂർവമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സാധനമുണ്ട്, പക്ഷേ അത് എങ്ങനെ അയക്കും? ഇവിടെ കൊറിയറിൻ്റെ ഫെസിലിറ്റീസൊന്നും ഇല്ല നമ്മളെ സ്ഥലത്ത്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കണമെങ്കിൽ പറ്റുമെന്ന് തോന്നുന്നു, കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ അത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കാമായിരുന്നു. എനിക്ക് അധികമൊന്നുമില്ല കേട്ടോ, ഒരെണ്ണേ ഉള്ളൂ. ആ ഒടിഞ്ഞു വീട വാഴയില കന്ന് റെഡിയാക്കിയിട്ട് അയച്ചു തരാൻ കണക്കിനാണ്. ഗൈസ്, അടുത്ത വാഴ ഒടിഞ്ഞു വീണ് കേട്ടോ. ചെറിയ കൊലയാണ്, എങ്കിലും നമുക്ക് വിളഞ്ഞിട്ടേ കൊള്ളാം. എന്നാൽ മഴ പെയ്തില്ല, മഴ പെയ്തതിന് ശേഷം മണ്ണിൻ്റെ ഇത് കണ്ടാണ് ഒടിഞ്ഞു പോയി. ചെറിയ കൊലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് അവിടെ കിടക്കട്ടെ, നൂത്ത് വെച്ചാൽ ഇരിക്കില്ല, ഇല്ലായിപ്പോൾ അവിടെ കിടന്ന് വിളയും. ഗൈസ്, അപ്പം ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, വാഴ ഇതാണ് കേട്ടോ, മൊന്തങ്കായില. അത് ഒരുവിധം കൊള്ളാം ഈ കന്ന്. ഗൈസ്, അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് തെങ്ങെന്നും പറഞ്ഞാണ് വാങ്ങിച്ചേട്ടോ. ഇത് കണ്ടിട്ട് തെങ്ങ് പോലെ തോന്നുന്നില്ല, ഉണ്ടല്ലോ. തെങ്ങെന്നും പറഞ്ഞാണ് നമ്മൾ കൊടുത്തുതന്നെ, കണ്ടിട്ട് എന്താ ചെടി പോലെ തോന്നുന്നു. എന്തായാലും നമുക്ക് നടാം. തൽക്കാലം റഫായിട്ട് നടാം കേട്ടോ. റഫായിട്ട് നട്ടിട്ട് കുഴി എടുത്തിട്ടുണ്ട്. കുഴിയിൽ കുറച്ച് ചാരം ഇട്ടിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ കവർ പീല് ഇത് കീറി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നടാം. സോ ഫൈനലി നട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ഒന്ന് വലുതായതിനു ശേഷം നമുക്ക് ഇവിടെ നിളക്കി അവിടെ കൊണ്ട് നടാം. ഇപ്പം നട്ടാൽ കരിഞ്ഞു പോകും. മഴ സമയത്താണ് നടണം. നല്ല മഴ തുടങ്ങണതിന് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് നട്ടാൽ നല്ലതായിരിക്കും.